എട്ടുകാലി സ്ഥലം വിട്. ഹിറ്റ് കൊണ്ടുവന്ന് വരെ നിനക്ക് ആയുസ്സുണ്ടാവും. മനസ്സിലായല്ലോ? ഇനി ഞഞ്ഞ പിഞ്ഞാന്ന് പറയരുത്. അയ്യോ എൻ്റെ പിള്ളേരെ കൊന്നേ, അയ്യോ എൻ്റെ പിള്ളേരെ ആ പെണ്ണും പിള്ള ഹിറ്റ് വെച്ച് കൊന്നേന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പരാതി പറയാനും കിടന്ന് വെകിളി കാണിക്കാൻ തുടങ്ങരുത്. മര്യാദയ്ക്ക് സ്ഥലം വിട്ടു. പിള്ളേരെയും വിളിച്ചുകൊണ്ട് പോ. മുട്ട കാണിച്ചിട്ട് പേടിപ്പിക്ക്. പൊയ്ക്ക് പോ. ചാവണേന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. ഞാൻ ഉള്ള കാലത്ത് നീ എന്തിനു വരുന്നുവോ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ ഇത്രയും നല്ല ഭംഗിയിലൊക്കെ വരുവാണെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കുന്നതാണ്. കാണുമ്പോൾ പേടിയാവുന്നേ, സത്യമായിട്ടും. ഉണ്ടോ? എന്തിനാ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കണേ? എനിക്കിങ്ങനെ നിന്റെ കയ്യിൽ മുട്ടയുണ്ട് ഇല്ലേ? അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളും ഇല്ലേ? ആ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ എനിക്ക് വിഷമാവില്ലേ? അതുകൊണ്ടല്ലേ പറയണത്. നിനക്ക് എത്ര സ്ഥലങ്ങളുണ്ട്? പുറത്ത് എന്തോ ഒരു സ്ഥലമുണ്ട്. പോടോ. പിള്ളേരെ വിളിച്ചോണ്ട് പോ പെണ്ണേ. ഹിറ്റ് കൊണ്ടുവരുന്നവരെ നിനക്കുള്ളൂ കേട്ടോ ഐസ്. അറിഞ്ഞില്ല എന്ന് വേണ്ട. ഇരിക്കുന്നുണ്ടില്ലേ മുട്ടയും പിടിച്ചോണ്ട്? നീ പോവാതെ ഞാനിവിടെ കിടന്ന് ഉറങ്ങൂല. ഞാൻ അപ്പുറത്തെവിടെയെങ്കിലും പോയി കിടന്നോളാം. നീ ഇവിടെ പിള്ളേരെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ ഇരുന്നു. ഹിറ്റ് വരുന്നവരെ ഉള്ളൂ കേട്ടോ നിന്റെ ഐസ്. ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിന്റെ പിള്ളേരടക്കം എല്ലാം പോവേ. എന്തിനാ വെറുതെ അവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കണേ? പുയ്ക്കേ അടുവിടെ. പുറത്ത് എന്തോരം സ്ഥലമുണ്ട്, എത്ര ചെടികളുണ്ട്. അവിടെ ഇരുന്നൂടെ നിനക്ക്? കൂടൊക്കെ വെക്കണേ കൂട് വെക്കാം, ഇരുന്നൂടെ? എന്തിനാ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിക്കണേ? ആയിരിക്കണം. ഇവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇവള് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എൻ്റെ ഒരു വീതി. ഇപ്പോഴത്തെ പൂച്ചകളൊക്കെ എലീനെയൊക്കെ വലുതായിട്ട് അപൂർവ കഴിക്കണതും പിടിക്കണതും ഒക്കെ. കാലം മാറുന്തോറും പൂച്ചകളുടെ ഒരു ഫിസിക്കലിയുള്ള ആരോഗ്യമൊക്കെ, അവരുടെ ഫുഡിൻ്റെ സെലക്ടിങ്ങൊക്കെ മാറ്റം വരുന്നു കേട്ടിട്ടുണ്ട്. കാലം മാറും തോറും പുതിയ ഇതിലൊക്കെ കയറും. ഇങ്ങനെ കണ്ടവർ കളിക്കുന്ന കണ്ടു. ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ഈ റൂമിൽ കിടക്കൂല. അതവിടെ തന്നെ ഇരിക്കുക. എന്തെങ്കിലും വല്ല വിചാരം ഉണ്ടോ നോക്കിക്ക്. മുട്ടയും താങ്ങി പിടിച്ചോണ്ടിരുന്ന് ഞാൻ പേടിക്കുന്നു. അതിൻ്റെ വിചാരം പേടിയോ? 2 പുറത്തേക്ക് ചാടിയുണ്ട്. 2 കുഞ്ഞി ചിലന്തിയോള്, കുഞ്ഞി പിള്ളേർ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ വെറുതെ അതിനെ കൊല്ലണേന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ ഓടിച്ചു വിടാനൊക്കെ നോക്കുന്നത്. അതുകൂടി പോവത്തുമില്ല. നിന്നെ കൊല്ലാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, നിവൃത്തിയില്ല. കാണുമ്പോൾ തന്നെ പേടിയാവുക, സത്യമായിട്ടും. അതുകൊണ്ടല്ലേ പരമാവധി നിന്നെ ഓടിച്ചു വിടുന്നേ. അപ്പം നീ പോകൂല, പീഡിപ്പിക്കാൻ വന്ന് നിൽക്കും. നീ എത്ര തവണ പറഞ്ഞു ഹിറ്റ് കൊണ്ടുവരുന്നേ ഉള്ളൂ നിനക്ക് ഐസ് കിട്ടോ? അല്ലെങ്കിൽ വേഗം അതേ ആ ഹോളിൽ കൂടെ വേഗം സ്ഥലം വിട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. ഇരിപ്പുണ്ടില്ലേ അനങ്ങാപാറ. ഇത് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തതാണേ, നിങ്ങൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ നോൺ വെജും വെജിറ്റേറിയനും ആയിട്ടുള്ളൊരു പൂച്ചയുണ്ട് ഇവിടെ. ഇവരൊക്കെ ഫുള്ള് നോൺ വെജാണ്. ഈ പിള്ളേരല്ല കേട്ടോ, ഇവള് തള്ള. അവള് പിന്നെ മറ്റേ ഇവളുടെ അതേ കളറുള്ള മണിമുത്ത്, കിങ്ങിണി, ഈ 3 പേരും നോൺ വെജാണ്. മണിക്കുട്ടി മാത്രം വെജിറ്റേറിയനാണ്. രണ്ടും കഴിക്കും, കൂടുതലും വെജിറ്റേറിയനാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇതേപോലെ എട്ടുകാലീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൾ പിടിക്കും, മണിക്കുട്ടി പിടിക്കും.
ബാക്കി ആരും അങ്ങനെ പിടിക്കുകയോ ആക്രമിക്കുകയൊന്നും കണ്ടിട്ടില്ല. താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഇവർക്ക് ഈ മറ്റേ മീനും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര താല്പര്യം തോന്നുന്നു. എലിയെ പോലും കുഞ്ഞു പ്രായത്തിലൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ എലീനെ പോലും വലിയ താല്പര്യമില്ലാത്ത രീതിയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ മുട്ടയുടെ പുറത്തുനിന്ന് കുഞ്ഞി കുഞ്ഞി പിള്ളേരുകൾ ഇറങ്ങി വരണ കാണാം. ഭയങ്കര പ്രശ്നം ഇതൊക്കെ. ഇതിൻ്റെ നേരെ പോയിട്ട് നേർക്ക് നേരെ നിന്നിട്ട് ഓടിച്ചു വിടാനോ എന്തെങ്കിലും അറ്റാക്കിങ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുട്ടയല്ല കയ്യിലിരിക്കണേ. അപ്പോൾ ഈ അമ്മമാരുടെ സ്വഭാവം എന്താണെന്ന് അറിയാലോ. പിള്ളേരുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടി, പിള്ളേരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യില്ലേ. അപ്പോൾ ഈ എട്ടുകാലികളായിരുന്നാലും അവരുടെ മറ്റേ എന്താ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അവിടുന്ന് ചീറ്റും. വെള്ള കളറിലുള്ള ഒരു വിഷം നല്ല പവറോടെ ചീറ്റും. ഞാൻ ഇടയ്ക്ക് എൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വലിയൊരു പടുകൂറ്റൻ നല്ല വലിപ്പമുള്ള ചിലന്തി. ഇതിപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ഇച്ചിരി ചെറുതായി കാണണം, പക്ഷേ അതേ കണ്ടോ ഇത്ര വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട്. ഇത് ശരീരം കുറച്ച് വലിപ്പമുണ്ടെങ്കിലും കാലുകൾക്ക് വലിയ വലിപ്പമില്ല. പക്ഷെ ഞാൻ വിഷം ചീറ്റണ ചിലന്തീനെ കണ്ടിട്ടുള്ളത് കാല് കുറച്ച് വലിപ്പമുള്ളതാണ്. നല്ല കുറച്ച് ഇതിനേക്കാൾ കുറച്ചും കൂടെ വണ്ണം കാലുകൾക്കൊക്കെ ഉള്ള ചിലന്തീനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ അത് ഭയങ്കരമായിട്ട് വിഷം ചീറ്റും. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനെ അതിനെ അങ്ങനെ ഓടിച്ചു വിടാനൊക്കെ നോക്കി. ഓടിച്ചു വിടലേ ഉള്ളൂ, കൊല്ലില്ല. ഹിറ്റൊന്നും ഇല്ലല്ലോ. അത് അച്ഛനും അറിയില്ല. അങ്ങനെ മണ്ണെണ്ണ ഇങ്ങനെ പിന്നെ തളിക്കും, അങ്ങനെ നോക്കും. പിന്നെ എത്താൻ പറ്റാത്ത എന്തെങ്കിലും സ്ഥലം വെച്ച് കഴിഞ്ഞാൽ വലക്കമ്പൊക്കെ വെച്ചിട്ടൊന്ന് തട്ടി തട്ടി മാറ്റി നോക്കും അങ്ങനെ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ മുട്ടയൊക്കെ കൊണ്ടിട്ട് ചിലന്തിയാന്ന് നിൽക്കുമ്പോൾ ചിലന്തികളെയാണ് ഓടിക്കാൻ നോക്കണമെന്ന് വെച്ചാൽ അവർ ഒരു വെള്ള കളറിലുള്ള ഒരു വിഷം ചീറ്റും. ഭയങ്കര ചീറ്റലാണ്. അത് മേത്തൊക്കെ എങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ അയാൾ പോയി എന്ന് കൂട്ടിയാൽ മതി. കാരണം അത്ര അധികം വിഷമുണ്ട്. ചൊറിച്ചിൽ വന്ന് നമ്മുടെ ശരീരം അങ്ങോട്ട് ഇല്ലാണ്ടാവും. ഈ ഓരോ ഭാഗത്തും വ്രണം വന്ന് നമുക്ക് പിന്നെ 24 hours ചൊറിഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നുള്ളൂ. ഹോസ്പിറ്റലിൽ പോയാലും ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ വിഷാംശമുള്ള ചിലന്തികളുണ്ട്. ഇതിനെയൊക്കെ ചിലവർ ഇതിനെ കൊല്ലണ്ടെന്നൊക്കെ ഉണ്ട്. കൊല്ലണത് പാപമാണ്, ശരിയാ. പക്ഷേ നിവർത്തിയില്ല. അങ്ങനെ അപ്പോൾ പരമാവധി ഞാൻ ഓടിച്ചു വിടാനാണ് നോക്കാറ്. പക്ഷെ അത് പോവില്ല, ഇങ്ങനെ പിടിച്ചിരിക്കും ഇവിടെ. എനിക്ക് നിങ്ങൾ കാണുമ്പോൾ അന്നത്തെ ആ ഒരു പേടി ഇപ്പോഴും ഉണ്ട്. ആ ഒരു വിഷം ചീറ്റണമുണ്ടല്ലോ. അപ്പോൾ എല്ലാ ചിലന്തികളും അങ്ങനെ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. കുഞ്ഞു ചിലന്തികളായിരുന്നാലും കുഞ്ഞു ചിലന്തികളിൽ കുറേ തരമുണ്ട്. വിഷം നമ്മുടെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ കയ്യിലോ കാലിലോ കൂടെ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു ശരീരത്തിലെ ഒരു ദ്രാവകമുണ്ട്. അത് മേത്തൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ചൊറിച്ചിൽ വരും. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അലർജിയൊക്കെ വന്നു തുടങ്ങും. തൊലിയൊക്കെ പോവുക, അങ്ങനെയൊക്കെ ആയിട്ട്. ഉള്ളിലെ തൊലി മുറിഞ്ഞിരിക്കണ സമയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമാകുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടുള്ള അന്നത്തെ ഒരു ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഈ എട്ടുകാലി കാണുന്നത് ഭയങ്കര പേടിയാണ്. എപ്പോഴാണ് ഇത് നിങ്ങൾ വിഷം ചീറ്റുകയെന്ന് പറയാൻ പറ്റില്ല. അത് നിൽക്കണതിൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പുറത്ത്, അതായത് അതിൻ്റെ വലതും ഇടത് ഭാഗത്തായിട്ട് 2 കുഞ്ഞു ചിലന്തികൾ നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ എവിടെയും കാണുന്നില്ല. ഇതുങ്ങളുടെ ആ ഒരു ബേബി ആയിട്ടുള്ള ചിലന്തികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് കളറാണ് വരിക. കുഞ്ഞിലെ മറ്റേ അതിൻ്റെ കളർ തന്നെ വരണമെന്നില്ലല്ലോ, ട്രാൻസ്പെറൻറ്റ് കളറാണ് വരിക. അപ്പോൾ അതുങ്ങളൊക്കെ ഈ ചുമരിൽ ഇങ്ങനെ നടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഓരോ സ്ഥലത്ത് വല കൂട്ടി വയ്ക്കും. അങ്ങനെ കാണാറുണ്ട്. അപ്പം അതിനെയൊക്കെ ഞാൻ പരമാവധി ഒന്നില്ലെങ്കിൽ ഓടിച്ച് വിടും. തീരെ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഹിറ്റ് ഉപയോഗിക്കും.
അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച് ഹിറ്റ് ഉപയോഗിക്കണത് കൊല്ലാനായിരിക്കില്ല, ചിലപ്പോൾ ആ ഒരു മണം കാരണം അവർ വിട്ടുപോകും. പക്ഷെ ഇവർ പെട്ടെന്ന് ചാവും ചില ഹിറ്റുകളോട്ട്. മറ്റേ റെഡ് കളറുള്ള ടിന്നുള്ള ഹിറ്റാട്ടോ ഇവർക്ക് പെട്ടെന്ന് ഏൽക്കണേ. മറ്റേതുണ്ട് കൊതുകിനെയൊക്കെ കൊല്ലുന്ന ബ്ലാക്ക് കളറിലല്ലേ, അത് ഏൽക്കൂല. കുറച്ച് താമസമുണ്ട്, അത് ഡെഡ് ആവാൻ കുറച്ച് താമസമുണ്ട്, കുറച്ച് സമയം എടുക്കുന്നു മാത്രം. പക്ഷേ റെഡ് കളറല്ല, റെഡ് കളറിന് അങ്ങനെയല്ല, അത് അടിക്കും 2-3 മിനിറ്റിനുള്ളിൽ തട്ടിപ്പോവും. അങ്ങനെ അത്ര പവറുണ്ട് ആ റെഡ് കളറിന്. അങ്ങനെ ബ്ലാക്കിന് വലിയ അത്ര പവറില്ല, അത് കൊതുകുകൾക്കൊക്കെ ഏൽക്കുള്ളൂ എന്ന് തോന്നുന്നു, പെട്ടെന്ന് ഏൽക്കുന്നത്. ഇതുങ്ങൾക്കൊന്നും പെട്ടെന്ന് ഏൽക്കൂല. ഇത് റൂമിലുള്ള സമയത്ത് ഞാൻ കയറൂല റൂമിനകത്ത്. അതൊന്നില്ലെങ്കിൽ ഈ പരിസരം വിട്ട് പോകണം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ പോയി എന്ന് എനിക്കൊരു വിശ്വാസം വരണം. കാരണം ഇങ്ങനെയൊക്കെ തുറന്ന് കിടക്കുമ്പോഴേ, ഇങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ ഇതുങ്ങളൊക്കെ കയറി വരും. പരമാവധി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിടാൻ വേണ്ട. അടച്ചിടാന്ന് വെച്ചാൽ അങ്ങനെയല്ല, മറ്റേ നെറ്റിൻ്റെ ഇതുണ്ടല്ലോ അത് വെച്ച് അടച്ചിടാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നിവർത്തിയില്ല, അങ്ങനത്തെ സാധനം നിവർത്തിയില്ല. ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്നതുകൊണ്ട് നിവർത്തിയില്ല. വെക്കണതിന് പ്രശ്നമില്ല. എന്തെങ്കിലും വല്ല വിചാരമുണ്ടോ നോക്കിക്കേ. അമ്മ ഇവിടെ ചലന്തിയെ കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന്. എന്തെങ്കിലും വല്ല വിചാരമുണ്ടോ ഈ കൊച്ചിന്? കണ്ട കളിക്കുക പാവൻകുട്ടി. ഞാൻ 8 കാലിൽ പോവാതെ എനിക്ക് യാതൊരു മനസ്സമാധാനവും ഇല്ല. ഏട്ടനാണെങ്കിൽ ഹിറ്റ് വാങ്ങാൻ പോയേക്കുക, പാവം. ഏട്ടനറിയാം ഞാൻ ഈ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഈ പരിസരത്തേക്ക് വരില്ല, ഈ റൂമിനകത്ത് കയറത്തുമില്ല, ഉറങ്ങത്തുമില്ല എന്ന്.